ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധം ചതുർദശോ അധ്യായ. 14-ാമത്തെ അധ്യായത്തിൽ മന്വന്തരങ്ങളിൽ ഓരോ മനുക്കളും മനുപുത്രന്മാരും മറ്റും ഭഗവാന്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് ലോകക്ഷേമാർത്ഥം നിർവഹിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്നാണ് പറയുന്നത്. രാജ ഉവാച. 1. മന്വന്തരേഷു ഭഗവൻ യഥാ മന്വാദയഃ തു ഇമേ മന്വാദയസ്തു മേ യസ്മിൻ കർമ്മണി യേ യേന നിയുക്താഃ തത് വദസ്വമേ. ഹേ ഭഗവൻ, മന്വന്തരേഷു ഓരോ മന്വന്തരങ്ങളിൽ മനു ആദയഃ ആ മന്വന്തരങ്ങളിലെ മനുക്കളും മനുപുത്രന്മാരും ഇമേതു ഈ പറഞ്ഞവരെല്ലാം യഥാ യസ്മിൻ എപ്രകാരം ഏതേത് കർമ്മണി പ്രവൃത്തിയിൽ യേ യേന നിയുക്താഹ യാതൊരുവർ ഏതൊരാളാൽ നിയമിതരായിരിക്കുന്നുവോ തത് അതെല്ലാം മേ വദസ്വ എനിക്ക് പറഞ്ഞു തന്നാലും. ഋഷിരുവാച. 2-ാമത്തെ ശ്ലോകം. മനവോ മനുപുത്രാശ്ച മുനയശ്ച മഹീപതേ ഇന്ദ്രാഹ സുരഗണാശ്ചൈവ സർവേ പുരുഷശാസനാഹ. ഹേ മഹീപതേ, മനവഹ മനുക്കളും മനുപുത്രാഹ ച മനുപുത്രന്മാരും മുനയഹ ച സപ്തർഷികളും ഇന്ദ്രാഹ ദേവേന്ദ്രന്മാരും സുരഗണാഹ ച ഏവ ദേവതാവർഗങ്ങളും സർവേ ഇങ്ങനെ എല്ലാവരും പുരുഷശാസനാഹ സർവേശ്വരന്റെ കൽപ്പനയ്ക്ക് വിധേയരാകുന്നു. 3-ാമത്തെ ശ്ലോകം. യജ്ഞാദയോ യാഹ കഥിതാഹ പൗരുഷ്യസ്തനവോ നൃപ മന്വാദയോ ജഗദ് യാത്രാം നയന്ത്യാഭിഃ പ്രചോദിതാഹ. ഹേ നൃപ, പൗരുഷ്യഃ ഭഗവാൻ സ്വീകരിച്ച യജ്ഞാദയഃ യജ്ഞദേവാദികളായ യാഹ യാതൊരു തനവഃ തനു എന്നാൽ ശരീരം, അവതാരം, ആ അവതാര രൂപങ്ങൾ കഥിതാഹ പറയപ്പെട്ടുവോ ആഭിഹി ഇവയാൽ പ്രചോദിതാഹ പ്രചോദിതരായിട്ട് മന്വാദയഃ മന്വാദികൾ ജഗത് യാത്രാം ഈ ലോക വ്യവസ്ഥിതിയെ നയന്തി കൊണ്ടു നടത്തുന്നു. 4-ാമത്തെ ശ്ലോകം. ചതുർയുഗാന്തേ കാലേന ഗ്രസ്താത് ശ്രുതിഗണാൻ യഥാ തപസാ ഋഷയഃ അപശ്യൻ യതോ ധർമ്മഃ സനാതനഃ. ചതുർയുഗാന്തേ ഓരോ കൽപ്പത്തിലും 4 യുഗങ്ങൾ അവസാനിക്കുന്ന സമയത്തൊരു പ്രളയമുണ്ട്. ഇങ്ങനെ കാലേന ഗ്രസ്താൻ കാലത്താൽ ഗ്രസിക്കപ്പെട്ട ശ്രുതിഗണാൻ അപ്പോൾ ഈ ശ്രുതികളൊക്കെ വേദങ്ങളൊക്കെ മറഞ്ഞു പോകും, അതായത് അന്തരീക്ഷത്തിലേക്ക് മറഞ്ഞു പോകും. പിന്നീട് അടുത്ത കൃതയുഗം വരുമ്പോൾ ഋഷയഃ ഋഷിമാർ തപസ തങ്ങളുടെ തപശക്തി കൊണ്ട് വീണ്ടും ആ വേദങ്ങളെ അറിവുകളെ അവർ ഈ പ്രപഞ്ചത്തിൽ നിന്ന് യഥാ അപശ്യൻ അവരുടെ ശക്തിക്കനുസരിച്ച് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. കാരണം യതഃ ഈ വേദങ്ങളെ ആശ്രയിച്ചാണ് സനാതനഃ ധർമ്മഃ സനാതനമായ ഈ ധർമ്മം നിലകൊള്ളുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഒരു പക്ഷേ ഓരോ യുഗങ്ങളിലെയും അല്ലെങ്കിൽ ആ ചതുർയുഗം അവസാനിക്കുന്ന സമയത്ത് ഋഷിമാരുടെ തപശക്തി എത്രത്തോളമാണോ അത്രത്തോളം അറിവുകളെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എത്രയോ അറിവുകൾ ഇവിടെ നിന്ന് മറഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഈ അന്തരീക്ഷത്തിലുണ്ട്. അത് കണ്ടെത്താനുള്ള ഋഷിമാരുടെ തപശക്തി ഓരോ കാലത്തും അത് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോഴാണ് നമുക്ക് ഈ അറിവുകൾ നഷ്ടപ്പെട്ടു പോകുന്നത്. 5-ാമത്തെ ശ്ലോകം. തതോ ധർമ്മം ചതുഷ്പാദം മനവോ ഹരിണ ഉദിതാഹ ഹരിണോദിതാഹ യുക്താഹ സഞ്ചാരയന്തി അദ്ധാ സ്വേ സ്വേ കാലേ മഹീം നൃപ.
ഹേ നൃപ തതഹ അതിനെ തുടർന്ന് മനവഹ മനുക്കൾ ഹരിണ ഉദിതാഹ ശ്രീഹരിയാൽ പ്രേരിതരായിട്ട് സ്വേ സ്വേ കാലേ അവരവരുടെ കാലഘട്ടത്തിൽ ചതുഷ്പാദം 4 പാദങ്ങളോട് ചേർന്ന് പരിപൂർണമായ ധർമ്മം സനാതനധർമ്മത്തെ യുക്താഹ അച്ചടക്കത്തോടു കൂടിയവരായി അദ്ധ ശരിക്കും മഹീം സഞ്ചാരയന്തി ഭൂമിയിലെങ്ങും കൊണ്ട് നടത്തുന്നു. ഇങ്ങനെ ഋഷിമാർ നേടിത്തരുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ മനുക്കൾ ഓരോ കാലത്ത് അവരവരുടെ മന്വന്തര കാലത്ത് ആ ധർമ്മത്തെ കൃത്യമായി കൊണ്ടു നടക്കുന്നത്. 6-ാമത്തെ ശ്ലോകം. പാലയന്തി പ്രജാപാലാഹ യാവദന്തം വിഭാഗശഃ യജ്ഞഭാഗഭുജോ ദേവ യേച്ച തത്രാന്വിതാശ്ച തൈഹി. പ്രജാപാലാഹ പ്രജാപാലകന്മാരായ മനുപുത്രന്മാർ അന്തം യാവത് മന്വന്തരം അവസാനിക്കും വരെ വിഭാഗശഃ പുത്രപൗത്രാദിമുറപ്രകാരം ധർമ്മം പാലയന്തി ധർമ്മത്തെ പരിപാലിക്കുന്നു. യേച്ച യാവ ചിലർ തത്ര അതാത് യജ്ഞകർമ്മങ്ങളിൽ അന്വിതാഹ സംബന്ധിച്ചവരാണോ തൈഹി അവരോടുകൂടി ദേവാഹച ദേവന്മാരും യജ്ഞഭാഗഭുജഃ പഞ്ചയജ്ഞാദികളിൽ അവിർഭാഗം അനുഭവിക്കുന്നു. ഇതിൽ ഓരോ മന്വന്തരത്തിലും ഇന്ദ്രനാകുന്ന ആളിന്റെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം എന്താണെന്ന് പറയുന്നു. 7-ാമത്തെ ശ്ലോകം. ഇന്ദ്രോ ഭഗവതാ ദത്താം ത്രൈലോക്യശ്രിയം ഊർജിതാം ഭുഞ്ജാന പാതി ലോകാൻ ത്രീൻ കാമം ലോകേ പ്രവർഷതി. ഇന്ദ്രഃ ഇന്ദ്രൻ ഭഗവതാ ദത്താം ഭഗവാനാൽ കൊടുക്കപ്പെട്ട ഊർജിതാം സുസമ്പന്നമായ ത്രൈലോക്യശ്രിയം 3 ലോകത്തിലെയും സമ്പദ് സമൃദ്ധിയെ ഭുഞ്ജാനഃ അനുഭവിച്ചുകൊണ്ട് ത്രീൻ ലോകാൻ 3 ലോകങ്ങളെയും പാതി സംരക്ഷിക്കുന്നു. ലോകെ ഈ ഭൂമിയിൽ കാമം യഥേഷ്ടം പ്രവർഷതി മഴ പെയ്യിക്കുന്നു. ഇനി ഓരോ മന്വന്തരത്തിലും ഭഗവാൻ അവതരിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് ലോകപരിപാലനം നടത്തുന്നത്. 8-ാമത്തെ ശ്ലോകം. ജ്ഞാനം ച അനുയുഗം ബ്രൂത്തെ ഹരിഹി സിദ്ധസ്വരൂപധൃക് ഋഷിരൂപധര കർമ്മയോഗം യോഗേശ രൂപധൃക്. ഹരിഹി വിഷ്ണു ഭഗവാൻ അനുയുഗം ഓരോ യുഗത്തിലും സിദ്ധസ്വരൂപധൃക് സനകാദികളായ സിദ്ധന്മാരുടെ സ്വരൂപം ധരിച്ച് ജ്ഞാനമാർഗത്തെയും ഋഷിരൂപധരഃ യാജ്ഞവൽക്യാദി ഋഷിമാരുടെ സ്വരൂപം ധരിച്ച് കർമ്മമാർഗത്തെയും യോഗേശരൂപധൃക് ദത്താത്രേയാദി യോഗാചാര്യന്മാരുടെ സ്വരൂപം ധരിച്ച് യോഗമാർഗത്തെയും ബ്രൂത്തെ ഉപദേശിക്കുന്നു. ഭഗവാൻ ഓരോ മന്വന്തരത്തിലും യജ്ഞദേവാദി അവതാരങ്ങൾ സ്വീകരിച്ച് ലോകവ്യവസ്ഥിതി നിലനിർത്തുന്നതിന് പുറമെ സനാതനധർമ്മ പ്രചരണത്തിലൂടെ ലോകത്തെ അനുഗ്രഹിക്കുന്നതിനായി ചില സമയത്ത് പൂർണ്ണയോഗികളായിട്ട് അവതരിച്ച് ഇതേപോലെ ജ്ഞാനത്തെ എല്ലാവർക്കും ഉപദേശിച്ച് ലോകത്തിന്റെ പരിപാലനം ചെയ്യുന്നു. ഇങ്ങനെ ഭഗവാൻ തന്നെയാണ് സിദ്ധന്മാരും ഋഷിമാരും ആചാര്യന്മാരുമൊക്കെ ആയി അവതരിക്കുന്നത് എന്ന് പറയുന്നു. 9-ാമത്തെ ശ്ലോകം. സർഗം പ്രജേശരൂപേണ ദസ്യൂൻ ഹന്യാ സ്വരാഡ് വപുഃ കാലരൂപേണ സർവേഷാം അഭാവായ പൃഥക് ഗുണഃ. പ്രജേശരൂപേണ മരീചി മുതലായ പ്രജാപതിമാരുടെ സ്വരൂപത്തിൽ ഭഗവാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ വന്ന് സർഗം അതായത് മനുഷ്യജാതിയെ സൃഷ്ടിക്കുക എന്ന ആ സൃഷ്ടിയെ നിർവഹിക്കുന്നത്. പിന്നീട് സ്വരാട് വപുഹു ഓരോരോ വിശേഷപ്പെട്ട രാജാക്കന്മാരുടെ സ്വരൂപത്തിൽ ഭഗവാൻ അവതരിച്ച് ദസ്യൂൻ ജനദ്രോഹികളായ കാട്ടുകള്ളന്മാരെ ഹന്യാത് കൊന്നൊടുക്കുന്നു. പൃഥക് ഗുണഃ ഇങ്ങനെ പല ഗുണങ്ങളോടുകൂടിയവനായിട്ട് കാലരൂപേണ കാലസ്വരൂപത്തിൽ സർവേഷാം അഭാവായ സകല ലോകങ്ങളുടെയും വിനാശത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്നു. അതായത്
ചില സമയത്ത് നല്ല തണുപ്പ് കാലത്ത് തണുപ്പ് കൊണ്ട് ആളുകൾ മരിക്കാറുണ്ട്. അതായത് പ്രകൃതിക്ഷോഭത്തിലൂടെ ഈ ലോകത്ത് ചില ഓരോരോ കൂട്ടം ആളുകളെ ഇല്ലാതാക്കണം എന്നതും ഈ പ്രകൃതിയുടെ ഒരു തീരുമാനമാണ്. അങ്ങനെ വരുന്നതും ആ ഭഗവാൻ തന്നെ അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തി തന്നെയാണെന്ന് പറയുന്നു. 10ാമത്തെ ശ്ലോകം. സ്തൂയമാനോ ജനൈഹി ഏഭിർ മായയാ നാമരൂപയാ വിമോഹിത ആത്മഭിർ നാനാദർശനൈർ നച ദൃശ്യത്തെ. നാമരൂപയാ, നാമരൂപങ്ങളോടുകൂടിയ മായയാ, മായയാൽ വിമോഹിത, വിമോഹിപ്പിക്കപ്പെട്ട ആത്മഭിഹി, ബുദ്ധിയോടുകൂടിയവരായ ഏഭിഹി ജനൈഹി, ഈ ജനങ്ങളാൽ നാനാദർശനൈഹി, പലതരത്തിലുള്ള ദർശനശാസ്ത്രങ്ങളിലൂടെ സ്തൂയമാനഃ, വാഴ്ത്തപ്പെട്ടുകൊണ്ടിരുന്നാലും ദൃശ്യതേന ച, ഭഗവാൻ ദർശിക്കപ്പെടുക എന്നത് ഉണ്ടാകുകയും ഇല്ല. ഇവിടെ എല്ലായിടത്തും ഭഗവാന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്നാൽ ഭഗവാനെ എല്ലാവർക്കും അങ്ങനെ കാണാൻ സാധിക്കുകയില്ല. 11ാമത്തെ ശ്ലോകം. ഏതത് കൽപ്പവികൽപ്പസ്യ പ്രമാണം പരികീർത്തിതം യത്ര മന്വന്തരാണി ആഹുഹു ചതുർദശ പുരാവിദഃ. ഇങ്ങനെ കൽപ്പവികൽപ്പസ്യ, കൽപ്പകാലത്തിൽ ഉൾക്കൊള്ളുന്ന അവാന്തരകൽപ്പത്തിന്റെ ഏതത് പ്രമാണം, ഇപ്രകാരത്തിലുള്ള ഒരു അളവ് പരികീർത്തിതം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യത്ര, യാതൊരു അവാന്തരകൽപ്പത്തിൽ, ചതുർദശ മന്വന്തരാണി, 14 മന്വന്തരങ്ങളാണെന്ന് പുരാവിദഃ, പുരാണജ്ഞന്മാർ ആഹുഹു പറയുന്നു. അവാന്തരകൽപ്പം എന്നതുകൊണ്ട് ബ്രഹ്മാവിന്റെ ഒരു പകൽ, ബ്രഹ്മാവിന്റെ ഒരു പകൽ എന്ന് പറയുന്നത് 14 മന്വന്തരങ്ങളാക്കി തിരിച്ചിരിക്കുന്നു. ഇതൊരു ചെറിയ അധ്യായമാണ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ അഷ്ടമസ്കന്ധേ ചതുർദശോ അധ്യായഃ. ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധം പഞ്ചദശോ അധ്യായഃ. അധ്യായം 15. മഹാബലിയുടെ സ്വർഗവിജയം. ഭഗവാന്റെ ഓരോരോ മന്വന്തരങ്ങളിലെ അവതാരങ്ങളെ കുറിച്ച് പറയുന്ന ആ സാഹചര്യത്തിൽ വാമനാവതാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മഹാബലിയെ ഒന്ന് പരാമർശിച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തോടു കൂടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. രാജ ഉവാച, രാജാവ് ചോദിക്കുകയാണ്. 1-2 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. ബലേഹേ പദത്രയം ഭൂമേഹേ കസ്മാത് ഹരിഹി അയാചത ഭൂതേശ്വരഃ കൃപണവത് ലബ്ധാർത്ഥോവി ബബന്ധ തം. 2. ഏതദുവേദിതും ഇച്ഛാമഹ മഹത് കൗതൂഹലം ഹിനഃ യജ്ഞേശ്വരസ്യ പൂർണ്ണസ്യ ബന്ധനം ചാപി അനാഗസഃ. ഈശ്വരഃ ഹരിഹി, സർവേശ്വരനായ ഭഗവാൻ മഹാവിഷ്ണു, കൃപണവത്, ഒരു ദരിദ്രനെ പോലെ, ഒന്നുമില്ലാത്തവനെ പോലെ, എന്തിനാണ് ബലേഹേ, ബലിയുടെ അടുത്ത് ചെന്ന്, ഭൂമേഹേ, വെറും 3 അടി മണ്ണ്, ഭൂമേഹേ പദത്രയം അയാചത, കസ്മാത് അയാചത, എന്ത് കാരണത്താലാണ് ഒരു ദരിദ്രനെ പോലെ പോയിട്ടിങ്ങനെ യാചിച്ചത്? അത് മാത്രമല്ല, മഹാബലി അത് കൊടുക്കാം എന്ന് പറഞ്ഞു. അതാണ് ലബ്ധാർത്ഥഃ ഭൂത്വാ അപി. അങ്ങനെ 3 അടി മണ്ണും കിട്ടി. അവസാനം ഭഗവാൻ തൻ്റെതായ രീതിയിൽ അതെല്ലാം എടുത്തു. പിന്നെ എന്തിനാണ് ബബന്ധ, മഹാബലിയെ ബന്ധിച്ചത്? യജ്ഞേശ്വരസ്യ പൂർണ്ണസ്യ, യജ്ഞങ്ങളുടെ അധിഷ്ഠാതാവും എല്ലാം തികഞ്ഞവനുമായ ഭഗവാന്റെ യാചനയും, അനാഗസഹ, നിരപരാധിയായിരുന്നിട്ടുകൂടി മഹാബലിക്ക് ബന്ധനം ബന്ധനം സംഭവിച്ചതും, ഏതത് വേദിതും, ഇത് രണ്ടും കേട്ട് ധരിപ്പാൻ ഇച്ഛാമഹ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹി, എന്തുകൊണ്ടെന്നാൽ, നഹ മഹത് കൗതൂഹലം, ഞങ്ങൾക്ക് വലിയ ഉത്കണ്ഠ തോന്നുന്നു. ഭഗവാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു? സാധാരണ ഭഗവാൻ എല്ലാവരെയും രക്ഷിക്കുകയും ആപത്തിൽപ്പെടുന്നവരെ അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുകയും മാത്രമാണ് ചെയ്തത്.
ഇങ്ങനെ ഇതിനു മുൻപ് പറഞ്ഞു കേട്ടിട്ടില്ല, ഇതെന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് ആദ്യം തന്നെ ചോദിച്ചത്. മൂന്നാമത്തെ ശ്ലോകം. പരാജിത ശ്രീഹി അസുഭിഹി ച ഹാപിതോ ഹി ഇന്ദ്രേണ രാജൻ ഭൃഗുഭിഹി സഹ ജീവിതഃ സർവാത്മനാ താൻ അഭജത് ഭൃഗൂൻ ബലിഹി ശിഷ്യോ മഹാത്മാർത്ഥ നിവേദനേന. ഹേ രാജൻ, സഹ ബലിഹി, ആ ബലിചക്രവർത്തി, ഇന്ദ്രേണ പരാജിത ശ്രീഹി, ദേവേന്ദ്രനാൽ തോൽപ്പിച്ചടക്കപ്പെട്ട ഐശ്വര്യം, അതായത് ഇന്ദ്രൻ ഇദ്ദേഹത്തിന്റെ രാജ്യം പിടിച്ചടക്കി, ഐശ്വര്യം പിടിച്ചടക്കി. മാത്രമല്ല അസുഭിഹി ഹാപിതഃ, അവസാന മഹാബലിയെ കൊല്ലുകയും ചെയ്തിരുന്നു. പിന്നീട് ഭൃഗുഭിഹി, ഭൃഗുവംശജരായ ശുക്ര മഹർഷിയൊക്കെയാണ് തിരിച്ച് മൃതസഞ്ജീവനി മന്ത്രം ജപിച്ച് ജീവിതഃ ചഹി, ജീവിപ്പിക്കപ്പെട്ടത്, അതായത് മഹാബലി പിന്നീട് ജീവിച്ചത്. ഇങ്ങനെ മഹാത്മാ, ഉദാരചിത്തനായിരുന്ന അദ്ദേഹം അർത്ഥനിവേദനേന, സർവസ്വവും സമർപ്പിച്ചുകൊണ്ട്, ശിഷ്യ, അവരുടെ ശിഷ്യനായിട്ട്, തൻ്റെ ഗുരുക്കന്മാരെയൊക്കെ അത്രയും ബഹുമാനിച്ചിരുന്നു. മഹാബലിയെ അതുകൊണ്ടാണ് മഹാബലി, മഹാത്മാവ് എന്ന് പറയുന്നത്. ഗുരുക്കന്മാർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തു. അങ്ങനെ താൻ ഭൃഗൂൻ, ശുക്ര മഹർഷിയെയൊക്കെ അത്രയും നന്നായി ബഹുമാനിക്കുകയും സർവാത്മന അഭജൻ, ഗുരു പറയുന്നതിൽ അപ്പുറം ഇല്ല എന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ബ്രാഹ്മണരായിരുന്ന ഈ ശുക്ര മഹർഷി തുടങ്ങിയവർ മഹാബലിയുടെ ഈ പ്രവൃത്തിയിൽ വളരെയധികം സന്തുഷ്ടരായി. അതുകൊണ്ട് തന്നെ മഹാബലിക്കൊരു ശ്രേഷ്ഠത വരണമെന്ന് അവർ ആഗ്രഹിച്ചു. നാലാമത്തെ ശ്ലോകം. തം ബ്രാഹ്മണ ഭൃഗവഃ പ്രീയമാണ അയാജയൻ വിശ്വജിതാത്രിനാകം ജിഗീഷമാണം വിധിനാ അഭിഷിച്യ മഹാഭിഷേകേണ മഹാനുഭാവാഹ. ഭൃഗവഃ, ഭൃഗുവംശക്കാരും, മഹാനുഭാവാഹ, മഹിമാശാലികളുമായ ബ്രാഹ്മണാഹ, ബ്രാഹ്മണർ, അതായത് ഈ പറയുന്ന ശുക്രാചാര്യർ തുടങ്ങിയവർ, ഇവർ പ്രിയമാണാഹ, സംപ്രീതരായിട്ട് മഹാബലിയുടെ ആഗ്രഹത്തെ മനസ്സിലാക്കി. ത്രിനാഗം ജിഗീഷമാണം, സ്വർഗലോകത്തെ ജയിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയ തം, ആ മഹാബലിയെ, മഹാഭിഷേകേണ, ആദ്യമേ തന്നെ 3 ലോകത്തിനും അധിപൻ എന്ന സങ്കല്പത്തിൽ ഒരു അഭിഷേകം ചെയ്തു. ഇങ്ങനെ വിധിന അഭിഷിച്ച, വിധിപ്രകാരം അഭിഷേകം ചെയ്ത് പിന്നീട് വിശ്വജിത, വിശ്വജിത്ത്, ഈ വിശ്വത്തെ മുഴുവൻ ജയിക്കുക എന്ന യാഗത്താൽ അയാജയൻ, യജിപ്പിച്ചു. അങ്ങനെ ഒരു യാഗം മഹാബലിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. 5-6 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. തതോ രഥഃ കാഞ്ചന പട്ടബദ്ധോ ഹയാശ്ച ഹര്യശ്വ തുരംഗവർണാഃ ധ്വജശ്ച സിംഹേന വിരാജമാനോ ഹുദാശനാത് ആസ ഹവിർഭിഃ ഇഷ്ടാത്. 6. ധനുശ്ച ദിവ്യം പുരടോപനദ്ധം തൂണൗ അരിക്തൗ കവചം ച ദിവ്യം പിതാമഹസ്തസ്യ ദദൗ ച മാലാം അമ്ലാനപുഷ്പാം ജലജം ച ശുക്രഃ. ഇങ്ങനെ യാഗം ചെയ്യിച്ചതിൽ പിന്നെ തതഃ ഹവിർഭിഹി, ഹവിസ്സുകളാൽ ഇഷ്ടാത്, ഹോമിക്കപ്പെട്ടപ്പോൾ, ആരാധിതനായ ഹുദാശനാത്, അഗ്നിയിൽ നിന്ന്, കാഞ്ചന പട്ടബദ്ധഃ, തങ്കത്തകിടുകൾ കൊണ്ട് വരിഞ്ഞു കെട്ടിയ ഒരു രഥഃ, തേരും, ഹരി അശ്വ തുരംഗവർണാഹ, ഇന്ദ്രന്റെ കുതിരകളെപ്പോലെ പച്ച നിറമുള്ള ഹയാഹച, കുതിരകളും, സിംഹേന വിരാജമാനഃ, സിംഹക്കൊടി അടയാളമുള്ള ഒരു ധ്വജഹച, ധ്വജവും, പുരടോപനദ്ധം, പൊന്നുപൂശി അലങ്കരിച്ചിരിക്കുന്ന ദിവ്യം ധനുഹുച, ദിവ്യമായ വില്ലും, അരിക്തൗ, അമ്പൊഴിയാത്ത തൂണൗ, 2 ആവനാഴികളും, ദിവ്യം കവചം ച ആസ, അതിവിശിഷ്ടമായ മാർച്ചട്ടയും ഈ യാഗാഗ്നിയിൽ നിന്ന് ആവിർഭവിച്ചു. ഇത് കൂടാതെ പിതാമഹ, പിതാമഹനായ പ്രഹ്ലാദൻ, തസ്യ, ആ മഹാബലിക്ക്, അമ്ലാന പുഷ്പം,
വാടാമലരുകൾ കൊണ്ടുള്ള ഒരു മാലയെയും ശുക്രമഹർഷി ജലജം ച ശംഖിനെയും ദദൗ സംഭാവന ചെയ്തു. ഏഴാമത്തെ ശ്ലോകം. ഏവം സ വിപ്രാർജിത യോധനാർത്ഥഃ തൈഃ കൽപ്പിത സ്വസ്ത്യയനോധ വിപ്രാൻ പ്രദക്ഷിണീകൃത്യ കൃതപ്രണാമ പ്രഹ്ലാദം ആമന്ത്ര്യ നമശ്ചകാര. ഏവം ഇപ്രകാരം വിപ്രാർജിത യോധനാർത്ഥഃ ബ്രാഹ്മണരാൽ നേടിക്കൊടുക്കപ്പെട്ട യുദ്ധോപകരണങ്ങളോടും തൈഹി കൽപ്പിത അവരാൽ നിറവേറ്റപ്പെട്ട സ്വസ്ത്യയനഃ മംഗളവചനങ്ങളോടും കൂടിയവനായി തീർന്ന ആ മഹാബലി സഹ അധ അതിനുശേഷം വിപ്രാൻ പ്രദക്ഷിണീകൃത്യ പ്രദക്ഷിണം ചെയ്ത് ബ്രാഹ്മണരെ പ്രദക്ഷിണം ചെയ്ത് കൃതപ്രണാമഃ നമസ്കരിച്ച് പ്രഹ്ലാദം ആമന്ത്ര്യ പ്രഹ്ലാദനെയും വന്ദിച്ച് വിട ചോദിച്ച് നമശ്ചകാര നമസ്കരിച്ചു. 8-9 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. അഥ ആരുഹ്യ രഥം ദിവ്യം ഭൃഗുദത്തം മഹാരഥ സുസ്രഗ്ധരോധ സന്നഹ്യ ധന്വി ഖഡ്ഗീ ധൃത ഇഷുധിഃ. 9 ഹേമാംഗദ ലസത് ബാഹു സ്ഫുരൻ മകരകുണ്ടല രരാജരഥമാരൂഢോ ധിഷ്ണ്യസ്ഥ ഇവ ഹവ്യവാട്. അഥ അനന്തരം മഹാരഥഃ മഹാരഥനായ മഹാബലി ഭൃഗുദത്തം ഭൃഗുവംശ ബ്രാഹ്മണരാൽ സംവിധാനം ചെയ്തു കൊടുക്കപ്പെട്ട രഥം ആരുഹ്യ രഥത്തിൽ കയറിയിട്ട് അഥ പിന്നീട് മുത്തച്ഛൻ കൊടുത്ത സുസ്രഗ്ധരഃ ശോഭനമായ പൂമാലയണിഞ്ഞ് സന്നഹ്യ പടച്ചട്ടയിട്ട് ധന്വി പടവില്ലേന്തി ഖഡ്ഗി വാളെടുത്ത് ധൃത ഇഷുധിഹി തൂണീരം ധരിച്ച് ഹേമാംഗദ ലസത് ബാഹു സ്വർണത്തോൾവള കൊണ്ട് പരിലസിക്കുന്ന ഭുജങ്ങളോടുകൂടിയവനായും സ്ഫുരൻ മകരകുണ്ടലഹ മിന്നിത്തിളങ്ങുന്ന മകരാകാരത്തിലുള്ള കുണ്ടലങ്ങളോടുകൂടിയവനായും രഥമാരൂഢ തേർത്തടത്തിൽ കയറിയിരുന്ന് ധിഷ്ണ്യസ്ഥഃ ഹോമകുണ്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹവ്യവാട് അഗ്നി പോലെ ആ യാഗാഗ്നി പോലെ രരാജ പ്രശോഭിച്ചു. 10-11 ശ്ലോകങ്ങൾ. തുല്യ ഐശ്വര്യ ബലശ്രീഭി സ്വയൂഥൈർ ദൈത്യയൂഥപൈഃ പിബദ്ഭിഃ ഇവ ഖം ദൃഗ്ഭിഃ ദഹദ്ഭിഃ പരിധീൻ ഇവ വൃതോ വികർഷൻ മഹതീം ആസുരീം ധ്വജിനീം വിഭുഃ യയൗ ഇന്ദ്രപുരീം സുഹൃദ്ധാം കമ്പയന്നിവ രോദസി. വിഭുഃ മഹാവൈഭവശാലിയായ ആ ബലി തുല്യ ഐശ്വര്യ ബലശ്രീഭിഃ ഒരുപോലെയുള്ള ഐശ്വര്യം ബലം ശ്രീ എന്നിവയോടുകൂടിയവരും ദൃഗ്ഭിഃ കണ്ണുകൾ കൊണ്ട് ഖം പിബദ്ഭിഃ ഇവ അന്തരീക്ഷത്തെ മോന്തിക്കുടിക്കുകയാണോ എന്ന് തോന്നുമാറുള്ളവരും പരിധീൻ ദിഗന്തങ്ങളെ ദഹദ്ഭിഃ ഇവ ചുട്ടെരിക്കുന്നവരോ എന്ന് തോന്നുമാറുള്ളവരും സ്വയൂഥൈഃ അവരവർക്കുള്ള സേനകളോടുകൂടിയവരുമായ ദൈത്യയൂഥപൈഃ മറ്റ് അസുര സംഘത്തലവന്മാരാൽ വൃതഃ പരിവൃതനായിട്ട് ആസുരീം മഹതീം അസുരന്മാരുടേതായ വമ്പിച്ച ധ്വജിനീം സൈന്യത്തെ വികർഷൻ മുന്നോട്ട് നയിച്ചുകൊണ്ട് രോധസി മണ്ണിനെയും വിണ്ണിനെയും കമ്പയൻ ഇവ കിടിലം കൊള്ളിക്കുന്നവരെന്ന മട്ടിൽ സ്പൃദ്ധാം സുസമൃദ്ധമായ ഇന്ദ്രപുരിയിലേക്ക് യയൗ ജൈത്രയാത്ര ചെയ്തു. ഇനി 12 മുതൽ 22 വരെ ഇന്ദ്രപുരി വർണ്ണനയാണ്. ഇങ്ങനെയുള്ള ഇന്ദ്രപുരിയിൽ എത്തിയതിനെ കുറിച്ചാണ് 23ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. താം ദേവധാനീം സ വരൂധിനീപതിഃ ബഹിഃ സമന്താത് രുരുധേ പൃതന്യയാ ആചാര്യദത്തം ജലജം മഹാസ്വനം ദധ്മൗ പ്രയുഞ്ജൻ ഭയമിന്ദ്രയോഷിതാം. ദേവധാനീം ദേവന്മാരുടെ വാസസ്ഥാനമായ താം ആ ഇന്ദ്രപുരിയെ വരൂധിനീപതിഃ സഹ സേനാപതിയായ ആ മഹാബലി
പൃതന്യയാ തന്റെ സൈന്യബലത്താൽ ബഹിഹി സമന്താത് പുറത്ത് എല്ലാ ഭാഗത്തു നിന്നും രുരുധേ തടഞ്ഞു വെച്ചു. ആചാര്യദത്തം ജലജം ശുക്രാചാര്യർ കൊടുത്ത ശംഖിനെ ഇന്ദ്രയോഷിതാം ഭയം പ്രയുഞ്ചൻ ഇന്ദ്രപത്നിമാർക്ക് ഭീതിയെ ജനിപ്പിച്ചുകൊണ്ട് മഹാസ്വനം ദദ്മൗ ഉച്ചത്തിൽ മുഴങ്ങുമാറ് ഊതി. 24-ാമത്തെ ശ്ലോകം. മഘവാൻ തം അഭിപ്രേത്യ ബലേഹേ പരമം ഉദ്യമം സർവദേവഗണോപേതോ ഗുരും ഏതത് ഉവാചഃ. മഘവാൻ ദേവേന്ദ്രനാകട്ടെ മരിച്ചു പോയിട്ട് തിരിച്ചു വന്ന്, അതും ഐശ്വര്യത്താൽ പ്രമത്തനായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെയുള്ള ബലേഹേ ആ മഹാബലിയുടെ തം പരമം ഉദ്യമം ആ മികച്ച പടയൊരുക്കത്തെ അഭിപ്രേത്യ കണ്ടറിഞ്ഞ് സർവദേവഗണോപേത എല്ലാ ദേവസമൂഹത്തോടും ചേർന്ന് ഗുരും ഏതത് ബൃഹസ്പതിയോട് ഈ വിധത്തിൽ ഉവാചഃ പറഞ്ഞു. 25-ാമത്തെ ശ്ലോകം. ഭഗവൻ ഉദ്യമോ ഭൂയാൻ ബലേഹേ നഃ പൂർവവൈരിണഃ അവിഷഹ്യം ഇമം മന്യേ കേന ആസീത് തേജസോർജിതഃ. ഹേ ഭഗവൻ, സർവജ്ഞനായ ഗുരു, നഹ നമ്മുടെ പൂർവവൈരിണഃ പൂർവവിരോധിയായ ബലേഹേ ബലിയുടെ ഉദ്യമഃ പടയൊരുക്കം ഭൂയാൻ വളരെ മികച്ചതായിരിക്കുന്നു. ഇമം അവിഷഹ്യം ഇതിനെ ചെറുത്തു നിൽക്കാൻ പറ്റാത്തതാണെന്ന് ഞാൻ മന്യേ കരുതുന്നു. ഇവൻ ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിക്കുകയാണ്. കേന തേജസ ഏതൊരു ശക്തിയാൽ ഇവൻ ഊർജിതഃ ആസീത് ഇത്ര ബലിഷ്ഠനായി ഭവിച്ചു. മഹാബലി എത്രത്തോളം ശക്തനായി എന്ന് ഇന്ദ്രൻ സ്വയമേവ പറയുകയാണ്. 26. നയേനം കശ്ചിത് കുതോ വാപി പ്രതിവ്യോഢും അധീശ്വരഃ പിബൻ ഇവ മുഖേന ഇദം ലിഹന്നിവ ദിശോ ദശ ദഹന്നിവ ദിശോ ദൃഗ്ഭി സംവർത്താഗ്നിഹി ഇവ ഉത്ഥിതഃ. കുതഃ വാപി ഏതു വിധത്തിലെങ്കിലും ഏനം ഇവനെ പ്രതിവ്യോഢും തോൽപ്പിച്ചകറ്റുവാൻ കശ്ചിത് അധീശ്വരഃ ന ഒരുത്തനും ശക്തനാവുകയില്ല. ഇവന്റെ മുഖേന വായ കൊണ്ട് ഇതം ഈ വിശ്വത്തെ പിബന്നിവ കുടിക്കുന്നത് പോലെയും ദശദിശഃ ലിഹന്നിവ 10 ദിക്കിനെയും നക്കി തുടക്കുന്നത് പോലെയും ദൃഗ്ഭിഹി ദൃഷ്ടികളാൽ ദിശഃ ദഹന്നിവ ദിക്കുകളെ ദഹിപ്പിക്കുന്ന പോലെയും ഭാവിച്ചുകൊണ്ട് സംവർത്താഗ്നിഹി ഇവ പ്രളയകാലത്തെ അഗ്നി പോലെ ഇവൻ ഉത്ഥിതഃ ഉയർന്നെഴുന്നേറ്റു വന്നിരിക്കുന്നു. 27-ാമത്തെ ശ്ലോകം. ബ്രൂഹി കാരണം ഏതസ്യ ദുർധർഷത്വസ്യ മദ് റിപോഃ ഓജസ്സഹോ ബലം തേജോ യത ഏതത് സമുദ്ദമഃ. മത് റിപോഃ എന്റെ ശത്രുവായ ഏതസ്യ ഇവന്റെ ദുർധർഷത്വസ്യ എതിരില്ലായ്മയ്ക്കുള്ള കാരണം ബ്രൂഹി കാരണം എന്താണെന്ന് അങ്ങ് പറഞ്ഞു തരണം. യതഃ യാതൊന്നുകൊണ്ട് ഏതത് സമുദ്യമഃ ഇവന്റെ ഈ യുദ്ധസന്നാഹം സംഭവിച്ചുവോ അതിന് കാരണമായി തീർന്ന ഓജഃ ഇന്ദ്രിയശക്തിയും സഹഃ മനഃശക്തിയും ബലം ദേഹശക്തിയും എല്ലാറ്റിനും പുറമെയുള്ള ഈ തേജഃ കരുത്തും ഇവനെങ്ങനെ ഉണ്ടായി? ഗുരുരുവാച ബൃഹസ്പതി ഉത്തരം പറഞ്ഞു. 28. ജാനാമി മഘവൻ ശത്രോഹോ ഉന്നതേഹേ അസ്യ കാരണം ശിഷ്യായ ഉപഭൃതം തേജോ ഭൃഗുഭിർ ബ്രഹ്മവാദിഭിഃ. ഹേ മഘവൻ ഇന്ദ്ര, അസ്യ ശത്രോഹോ ഈ ശത്രുവിന്റെ ഉന്നതേഹേ കാരണം ഉയർച്ചയ്ക്കുള്ള കാരണത്തെ ജാനാമി ഞാൻ അറിയുന്നു. ബ്രഹ്മവാദിഭിഃ വേദജ്ഞന്മാരായ ഭൃഗുഭിഃ ശുക്രാദികളാൽ തങ്ങളുടെ ശിഷ്യനായിക്കൊണ്ട് തേജഃ തേജസ് ഉപഭൃതം സംഭരിച്ചു കൊടുക്കപ്പെട്ടിരിക്കുന്നു. 29. ഭവദ്വിധോ ഭവാൻ വാപി വർജയിത്വാ ഈശ്വരം ഹരിം ന അസ്യ ശക്തഃ പുരസ്താതും കൃതാന്തസ്യ യഥാ ജനാഃ. ഈശ്വരം ഹരിം സർവശക്തിമാനായ ഭഗവാൻ ശ്രീഹരിയെ വർജയിത്വ
ഒഴിച്ച്, അതായത് ഇനി ഇവനോട് എതിർക്കാൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ ഭഗവാനെ ഒഴിച്ച് ഇനി ഇപ്പോൾ ഭവദ്വിധ, അങ്ങയെ പോലെ ഉള്ളവരോ, വേണ്ട ഭവാൻ വ, അങ്ങ് തന്നെയോ അപി ആയിരുന്നാലും, അസ്യ പുരഹ ഇവന്റെ മുന്നിൽ, കൃതാന്തസ്യ ജനാഹ യഥ, കൃതാന്തൻ കാലന്റെ മുന്നിൽ പ്രാണികൾ എങ്ങനെയാണോ നിസ്സഹായരായിട്ട് ഇരിക്കുന്നത്, അതുപോലെ സ്ഥാതും നശക്ത, നിങ്ങൾക്കൊന്നും ഇനി ഇവനെ എതിർക്കുവാൻ സാധിക്കുകയില്ല. ഇനി ബൃഹസ്പതി ഉപദേശിക്കുകയാണ്, നമുക്കൊക്കെ ജീവിതത്തിൽ നല്ല കാലവും ചീത്തക്കാലവും ഉണ്ടാകും. അപ്പോൾ നല്ല കാലത്ത് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടിരിക്കും. എന്നാൽ ചീത്തക്കാലത്ത് എന്ത് തൊട്ടാലും പ്രശ്നമായിരിക്കും. ആ സമയത്ത് എങ്ങനെ വേണം നമ്മൾ പ്രതികരിക്കാൻ, അല്ലെങ്കിൽ ഒന്നടങ്ങിയിരിക്കണം എന്നാണ് ഇവിടെ ഗുരു പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല കാലമല്ല. 30-ാമത്തെ ശ്ലോകം. തസ്മാത് നിലയം ഉത്സൃജ്യ യൂയം സർവേ ത്രിവിഷ്ടവം യത്ര കാലം പ്രതീക്ഷയന്തോ യതഃ ശത്രോർ വിപര്യയഃ. തസ്മാത് അതുകൊണ്ട്, അതായത് നിങ്ങളെ കൊണ്ടൊന്നും ഇനി മഹാബലിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട്, യൂയം സർവേ നിങ്ങളെല്ലാവരും, ത്രിവിഷ്ടവം ഈ സ്വർഗലോകത്തെ, ഉത്സൃജ്യ ഉപേക്ഷിച്ചിട്ട്, യതഃ ഏത് കാലത്ത്, ശത്രോഹോ വിപര്യയഃ ഈ ശത്രുവിന് പ്രതികൂല അവസ്ഥ നേരിടുമോ അത്രയും കാലം, പ്രതീക്ഷന്തഃ ആ കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, നിലയം യാത ഒളിവിലേക്ക് പോയിക്കൊള്ളുക, അത് മാത്രമേ ഇപ്പോൾ ഒരു രക്ഷയുള്ളൂ. ഇപ്പോൾ അവൻ അവന്റെ ഗുരുവിനെ അക്ഷരം പ്രതി അനുസരിച്ചത് കൊണ്ടാണ് അവൻ ഈ തേജസ് ലഭിച്ചത്. എന്നാൽ നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ, ഇതേ ഗുരുവിനെ അവൻ തള്ളിപ്പറയുന്ന ഒരു ദിവസം വരും, അന്ന് ഇവനെ നിങ്ങൾക്ക് ജയിക്കാം. അതാണ് 31-ാമത്തെ ശ്ലോകം. ഏഷ വിപ്രബലോദർക്കഃ സംപ്രതി ഊർജിത വിക്രമഃ തേഷാം ഏവ അപമാനേന സാനുബന്ധോ വിനക്ഷ്യതി. സംപ്രതി ഇപ്പോൾ, വിപ്രബലോദർക്കഃ അവന്റെ ഗുരുക്കന്മാരായ ബ്രാഹ്മണരുടെ തേജോബലത്താൽ അത്രയും അഭിവൃദ്ധി നേടിയവനും, ഊർജിത വിക്രമഃ വർദ്ധിച്ച പരാക്രമശക്തി ഉള്ളവനും ആയിരിക്കുന്ന യേശഃ ഇവൻ, തേഷാമേവ അപമാനേന അവരെ തന്നെ ഒരിക്കൽ ഇവൻ തിരസ്കരിക്കും. അപ്പോൾ സാനുബന്ധഃ ഇവന്റെ കൂട്ടാളികളോടുകൂടി ഇവൻ വിനക്ഷ്യതി നശിച്ചു പോകുന്നതാണ്. 32-ാമത്തെ ശ്ലോകം. ഏവം സുമന്ത്രിതാർത്ഥാഃ തേ ഗുരുണാർത്ഥ അനുദർശിന ഹിത്വാ ത്രിവിഷ്ടവം ജഗ്മുഹു ഗീർവാണാഃ കാമരൂപിണഃ. അർത്ഥാനുദർശിന യാഥാർത്ഥ്യം കണ്ടറിയുവാൻ കഴിവുള്ള ഗുരുണ ദേവഗുരുവിനാൽ, ഏവം സുമന്ത്രിതാർത്ഥാഃ ഇപ്രകാരം ഉപദേശിക്കപ്പെട്ട കർത്തവ്യത്തോടുകൂടിയവരായി ഭവിച്ച തേ ഗീർവാണാഃ ആ ദേവന്മാർ, കാമരൂപിണഃ സ്വേച്ഛാനുസാരം രൂപം മാറിക്കൊണ്ട്, ത്രിവിഷ്ടവം ഹിത്വാ സ്വർഗലോകത്തെ കൈവിട്ട് അവർ ജഗ്മുഹു എങ്ങോട്ടോ പോയി. 33-ാമത്തെ ശ്ലോകം. ദേവേഷു അധ നിലീനേഷു ബലിർവൈരോചനപുരീം ദേവധാനീം അധിഷ്ഠായ വശം നിന്യേ ജഗത്രയം. അഥ അങ്ങനെ, ദേവേഷു നിലീനേഷു ദേവന്മാർ ഒളിവിലായപ്പോൾ, വൈരോചനഃ വിരോചനപുത്രനായ ബലി, ദേവധാനീം പുരീം ദേവന്മാരുടെ ആ ആവാസകേന്ദ്രമായ ഇന്ദ്രപുരിയെ അധിഷ്ഠായ ആസ്ഥാനമാക്കി, ജഗത്രയം വശം നിന്യേ 3 ലോകത്തെയും തൻ്റെ കൈവശം ആക്കിത്തീർത്തു. 34-ാമത്തെ ശ്ലോകം. തം വിശ്വജൈനം ശിഷ്യം ഭൃഗവ ശിഷ്യവത്സലാഹ ശതേന ഹയമേധാനാം അനുവ്രതം അയാജയൻ. ശിഷ്യവത്സലാഹ ഭൃഗവഃ ശിഷ്യവാത്സല്യമുള്ള ഭൃഗുഗോത്ര ബ്രാഹ്മണർ, വിശ്വജൈനം വിശ്വവിജയിയും, അനുവ്രതം അതാണ് വളരെ പ്രധാനം, തങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നവനുമായ തം ശിഷ്യം ആ ശിഷ്യനായ മഹാബലിയെ, ഹയമേധാനാം ശതേന 100 അശ്വമേധയാഗം കൊണ്ട് അയാജയൻ യജിപ്പിച്ചു.
35 തതസ്തദനുഭാവേന ഭുവനത്രയ വിശ്രുതാം കീർത്തിം ദിക്ഷു വിതന്വാന സരേജ ഉടുരാട്ടിവ. തതഹ അതിൽ പിന്നെ, തദനുഭാവേന ആ യജ്ഞങ്ങളുടെയും പ്രഭാവം കൊണ്ട്, ഭുവനത്രയ വിശ്രുതാം കീർത്തിം 3 ലോകങ്ങളിലും വിഖ്യാതമായ യശസ്വിനെ, ദിക്ഷു വിതന്വാനഹ ദിക്കുകളിലെങ്ങും വ്യാപിപ്പിച്ചുകൊണ്ട്, ഉടുരാട് ഇവ നക്ഷത്രേശനായ ചന്ദ്രൻ എന്നതുപോലെ, സഹരേജേ അദ്ദേഹം വിളങ്ങി. 36-ാമത്തെ ശ്ലോകം. ബുഭുജേച്ച ശ്രിയം സ്വൃദ്ധാം ദ്വിജദേവോപലംഭിനാം കൃതകൃത്യം ഇവ ആത്മാനം മന്യമാനോ മഹാമനാഹ. മഹാമനാഹ അത്യുദാരനായ ബലിചക്രവർത്തി ദ്വിജദേവ ഉപലംഭിനാം വിപ്രോത്തമന്മാരാൽ ഉണ്ടാക്കി കൊടുക്കപ്പെട്ട സുഹൃദ്ധാം സുസമൃദ്ധമായ ശ്രിയം ആ സാമ്രാജ്യലക്ഷ്മിയെ ആത്മാനം തന്നെ കൃതകൃത്യം ഇവ കൃതകൃത്യനായെന്ന പോലെ മന്യമാനഹ ഭാവിച്ചുകൊണ്ട് ബുഭുജേച്ച അനുഭവിച്ചു വരികയും ചെയ്തു. ഈ ഒരു ശ്ലോകത്തോടെ 15-ാമത്തെ 15-ാമത്തെ അധ്യായം അവസാനിക്കുന്നു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ അഷ്ടമസ്കന്ധേ മന്വന്തരാനുവർണ്ണനം നാമ 15-ോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.